നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജൈവകൃഷി പരിശീലന കളരി ഡിസംബർ 6-ന്. ചെലവില്ല പ്രകൃതി കൃഷിയിൽ പരിശീലനം. കാർഷികോൽപ്പന്നങ്ങൾക്ക് തീരുവ ഇളവ്. വിശദമായ വാർത്തകളിലേക്ക്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് 2015 ഡിസംബർ 6-ാം തീയതി തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ രാവിലെ 9 മണി മുതൽ ഏകദിന കാർഷിക സെമിനാർ സംഘടിപ്പിക്കുന്നു. ജൈവകൃഷിയുടെ പ്രായോഗിക പരിശീലന കളരിയാണ് സെമിനാറിന്റെ ഭാഗമായി നടത്തുന്നത്. കാർഷിക മേഖലയിലെ വിദഗ്ധർ ക്ലാസുകൾ കൈകാര്യം ചെയ്യും. പരിപാടിയിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ള യുവതി യുവാക്കൾ 2015 നവംബർ 27 മുൻപായി ഇനി പറയുന്ന മേൽവിലാസവുമായി ബന്ധപ്പെടേണ്ടതാണ്. വിലാസം: കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് യൂത്ത് ഭവൻ, ദൂരദർശൻ കേന്ദ്രത്തിന് സമീപം, കുടപ്പനക്കുന്ന് PO, തിരുവനന്തപുരം 6095-043. ഫോൺ 0471-273-3139. മൊബൈൽ 9447402042. കുറഞ്ഞ കൃഷിച്ചെലവ്, വർദ്ധിച്ച ഉൽപാദനം, വിഷരഹിത ഭക്ഷ്യങ്ങളുടെ ലഭ്യത, പരിസ്ഥിതി സംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനത്തിന് പരിഹാരം തുടങ്ങി നിരവധി നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒരു കൃഷിരീതിയാണ് ചെലവില്ല പ്രകൃതി കൃഷി. 2016 ജനുവരി 3 മുതൽ തൃശൂർ പുതുക്കാട് ഗാന്ധിനഗറിൽ നടക്കുന്ന 8 ദിവസത്തെ പരിശീലന ക്യാമ്പിൽ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും പ്രയോക്താവുമായ സുഭാഷ് പലേക്കർ നേരിട്ട് കർഷകരെ ഈ കൃഷിരീതി പഠിപ്പിക്കുന്നതാണ്. കേരളത്തിലെ ഓരോ പഞ്ചായത്തിൽ നിന്നും കുറഞ്ഞത് ഒരു കർഷകനെയും കൂടാതെ സമൂഹ നന്മയ്ക്ക് വേണ്ടി ഈ ശാസ്ത്രം പഠിച്ച് സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാൻ സന്നദ്ധതയുള്ള പൊതുപ്രവർത്തകർ, അധ്യാപകർ തുടങ്ങി ഏവരെയും പങ്കെടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 1500-ലധികം പേർക്ക് ക്യാമ്പിൽ പരിശീലനം നൽകുവാനുള്ള ക്രമീകരണങ്ങളാണ് സംഘാടകർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9497362839. മറ്റൊരു നമ്പർ 9446228394. ഇന്ത്യയിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങൾക്ക് കയറ്റുമതിയിൽ തീരുവ ഇളവ് നിലവിൽ വന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കാണ് ഇളവ് ലഭിക്കുക. വിദേശ വ്യാപാര ഡയറക്ടറേറ്റിന്റെ ഉത്തരവനുസരിച്ച് റബ്ബർ, ക്ഷീരോൽപ്പന്നങ്ങൾ, ഭക്ഷ്യ സംസ്കരണ ഉപകരണങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ആനുകൂല്യങ്ങൾക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പശുക്കളിൽ പ്രസവാനന്തരമുള്ള അകിടുവീക്കം ഒഴിവാക്കാൻ വറ്റുകാല ചികിത്സ അനുവർത്തിക്കാം. അവസാനത്തെ കറവയിൽ മുഴുവൻ പാലും പിഴിഞ്ഞെടുത്ത് മുലക്കാമ്പിൽ ആന്റിബയോട്ടിക് മരുന്നുകൾ 3 ആഴ്ച ഇടവിട്ട് ട്യൂബുകൾ വഴി കയറ്റുന്നത് അകിടുവീക്കം നിയന്ത്രിക്കാൻ സഹായിക്കും. കറവ ഒരിക്കലും പെട്ടെന്ന് ഒഴിവാക്കരുത്. പാലുൽപാദനത്തിന് നൽകി വരുന്ന തീറ്റ 7-ാമത്തെ മാസം മുതൽ ഒഴിവാക്കി കറവയുടെ ദൈർഘ്യം വർദ്ധിപ്പിച്ച് ക്രമമായി മാത്രമേ അകിടുവീക്കം ഒഴിവാക്കാവൂ. മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ സംസ്ഥാന പരിശീലന സ്ഥാപനമായ ചടയമംഗലം നീർത്തട വികസന പരിപാലന പരിശീലന കേന്ദ്രത്തിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 6 മാസ വിദൂര പഠന സർട്ടിഫിക്കറ്റ് കോഴ്സായ വാട്ടർ ഹാർവസ്റ്റിംഗ് ആൻഡ് മാനേജ്മെന്റിന്റെ 2016 വർഷത്തെ ആദ്യ ബാച്ചിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. കോഴ്സ് ഫീസ് 2000 രൂപ. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 30. വിശദമായ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് www.icno.ac.in. ഫോൺ നമ്പർ 0471-233-9899, 0471-234-4113. മൊബൈൽ 9446446632. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 10,000 രൂപ, കോഴിക്കോട് 11,000 രൂപ, തൃശൂർ 10,000 രൂപ, കൊപ്ര കൊച്ചി 6,780 രൂപ, കോഴിക്കോട് 7,300 രൂപ, തൃശൂർ 6,850 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68,400 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,400 രൂപ. ചുക്ക മീഡിയം 19,000 രൂപ, ചുക്ക ബെസ്റ്റ് 20,500 രൂപ, മഞ്ഞൾ സേലം 8,800 രൂപ, ഈറോഡ് 9,000 രൂപ. അടയ്ക്ക പുതിയത് 24,500-നും 25,500-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10,600 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 10,650 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10,600 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 10,700 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 10,000 രൂപ, കൊപ്ര 6,780 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68,400 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,400 രൂപ. ചുക്ക മീഡിയം 19,500 രൂപ, ചുക്ക ബെസ്റ്റ് 20,500 രൂപ. അടയ്ക്ക പുതിയത് 24,500-നും 25,500-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 260-നും 280-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 450-നും 500-നും മധ്യേ. ജാതിപത്രി 600-നും 850-നും മധ്യേ. ഗ്രാമ്പു 760 രൂപ.
റബ്ബർ RSS 5ാം ഗ്രേഡ് 10,600 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 10,650 രൂപ, ഒട്ടുപാൽ 6,400 രൂപ, ലാറ്റക്സ് 7,800 രൂപ. കമ്പോള അവലോകനം. കാർഷിക മേഖലകളിൽ നിന്നുള്ള കുരുമുളക് വരവ് ചുരുങ്ങിയിട്ടും ഉൽപ്പന്ന വിലയിൽ കാര്യമായ വ്യതിയാനമില്ല. കിലോഗ്രാമിന് 714 രൂപയിലാണ് ഇടപാടുകൾക്ക് തുടക്കം കുറിച്ചത്. നേരത്തെ വിദേശ വ്യാപാരം ഉറപ്പിച്ചവർ മുളക് ശേഖരിച്ചു. എന്നാൽ ഉത്തരേന്ത്യൻ ആവശ്യം അല്പം കുറഞ്ഞു. ജാതിക്ക, ജാതിപത്രി വിലകളിൽ ചാഞ്ചാട്ടം. ആഭ്യന്തര ഡിമാൻഡിൽ വൻ കുതിപ്പ് കാഴ്ചവെച്ച ഉൽപ്പന്നത്തിന്റെ നിരക്ക് ഇന്ന് അല്പം താഴ്ന്നു. മധ്യകേരളത്തിൽ നിന്നുള്ള ചരക്ക് വരവ് കുറവാണ്. മുഖ്യ റബ്ബർ വിപണികളിൽ നിന്ന് ടയർ നിർമ്മാതാക്കൾ സംഘടിതമായി പിൻവലിഞ്ഞതിനെ തുടർന്ന് 4ാം ഗ്രേഡ് റബ്ബർ വില 6 വർഷത്തെ ഏറ്റവും താഴ്ന്ന തലത്തിലേക്ക് ഇടിഞ്ഞു. വിദേശത്ത് ഇന്ന് റബ്ബറിന് നേരിട്ട തളർച്ചയാണ് വ്യവസായികളെ ആഭ്യന്തര മാർക്കറ്റിൽ നിന്ന് അകറ്റിയത്. മലബാർ മേഖലയിൽ കൊപ്ര വില സ്റ്റഡിയായി നീങ്ങിയതിനാൽ എണ്ണവില ഉയർത്താനുള്ള മില്ലുകാരുടെ ശ്രമം വിജയിച്ചില്ല. അതേസമയം പ്രതികൂല കാലാവസ്ഥ മൂലം തമിഴ്നാട്ടിൽ നാളികേര വിളവെടുപ്പ് നിലച്ചു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.1, 24.9. കൊച്ചി 32.6, 23.8. ആലപ്പുഴ 32.5, 24.5. പുനലൂർ 32.7, 22.8. തിരുവനന്തപുരം 32.7, 24 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.